വർക്കല ഇടവയിൽ എക്സൈസ് സംഘത്തെ കണ്ട് കായലിൽ ചാടിയ യുവാവ് മരിച്ചു. വെട്ടൂർ സ്വദേശി ഷഹാനാണ് മരിച്ചത്. ഇന്നലെ ഉച്ചയ്ക്കാണ് യുവാവ് കായലിൽ ചാടിയത്. ഇന്ന് രാവിലെ മൃതദേഹം കണ്ടെത്തുകയായിരുന്നു. സംഘത്തിലുണ്ടായിരുന്ന 3 പേർ രക്ഷപ്പെട്ടതായും ലഹരിയിലായിരുന്ന ഒരാളെ കസ്റ്റഡിയിലെടുത്തതായും എക്സൈസ് അറിയിച്ചു. എസ് അഭിലാഷ് ചേരുന്നുണ്ട് വർക്കലയിൽ നിന്ന് വിവരങ്ങളുമായി. അഭിലാഷ്, ഇതെന്താണ് സംഭവിച്ചത്? ഇതെങ്ങനെയാണ് പോലീസ് ഇതുമായി ബന്ധപ്പെട്ട് നൽകുന്ന വിവരം എങ്ങനെയാണ്? ഈ ലഹരി സംഘത്തെ പിടികൂടാൻ പോയപ്പോഴാണ് ഇത്തരമൊരു മരണമുണ്ടായതെന്ന് പറയുന്നുണ്ട്. അതായത് ഈ മരിച്ച യുവാവും ഈ ലഹരി സംഘത്തിൽപ്പെട്ടയാളാണോ? ടോം, തീർച്ചയായും ഇന്നലെ ഉച്ചയ്ക്ക് 2 മണിയോടെയാണ് ഈ സംഭവം നടക്കുന്നത്. ഇടവ മാങ്ങാട് കായൽ പ്രദേശത്തായിരുന്ന ഈ സംഭവം നടന്നത്. 5 അംഗ സംഘം ലഹരി ഉപയോഗിക്കുന്നതായുള്ള വിവരം എക്സൈസിനെ നാട്ടുകാരാണ് അറിയിച്ചത്. എക്സൈസ് സംഘം മഫ്തിയിലാണ് ഈ സ്ഥലത്തെത്തിയത്. തുടർന്ന് ഈ യുവാക്കളുടെ ഈ സംഘത്തെ എക്സൈസ് നിരീക്ഷിച്ചു. തുടർന്ന് യുവാക്കളുടെ അടുത്തേക്ക് ഇവർ എത്തിയതോടെ യുവാക്കൾക്ക് എക്സൈസ് ആണെന്ന രീതി അത് മനസ്സിലാവുകയും അവിടെ നിന്ന് ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുകയുമായിരുന്നു. എന്നാൽ സംഘത്തിലുണ്ടായിരുന്ന മുഹമ്മദ് അമിത ലഹരിയിലായിരുന്നു. ഇയാൾക്ക് അവിടെ നിന്ന് ഓടി രക്ഷപ്പെടാൻ സാധിച്ചിരുന്നില്ല. ഇയാളെ ആ എക്സൈസ് സംഘം സംഭവ സ്ഥലത്ത് നിന്ന് തന്നെ പിടികൂടി. അതുമാത്രമല്ല, ഓടി രക്ഷപ്പെടുന്നതിനിടെ കായലിലേക്ക് ചാടിയ ഷഹാനാണ് ഇന്നലെ കാണാതാവുകയും ഇന്ന് പുലർച്ചെ മൃതദേഹം ലഭിക്കുകയും ചെയ്തത്. മറ്റ് 3 പേർ കൂടി ഉണ്ടായിരുന്നു. ഇവർ ആ സംഭവ സ്ഥലത്ത് നിന്നും ഓടി രക്ഷപ്പെടുകയും ചെയ്യുന്നു. ഈ സംഭവം നടന്ന സ്ഥലത്ത് നിന്നും പോലീസിന് ഒരു ബാഗ് ലഭിച്ചിരുന്നു. ഈ ബാഗിൽ ഏകദേശം 5 ഗ്രാമോളം MDMAയും ചെറിയ അളവിൽ തന്നെ കഞ്ചാവും ഈ എക്സൈസ് സംഘത്തിന് ലഭിച്ചിരുന്നു. മാത്രമല്ല, അതിൽ നിന്നും ഈ തിരുവനന്തപുരം ചെങ്കൽ സ്വദേശി ഒരു അഭിജിത്തിന്റെ പേരിലുള്ള ഒരു തിരിച്ചറിയൽ കാർഡും എക്സൈസ് സംഘത്തിന് ലഭിച്ചിട്ടുണ്ടായിരുന്നു. യുവാക്കൾ എത്തിയ കാറും പിന്നീട് എക്സൈസ് കണ്ടെത്തി. റോഡരികിൽ ഉപേക്ഷിച്ച നിലയായിരുന്നു ഈ വാഹനം കണ്ടെത്തിയത്. വാഹനത്തിന്റെ രേഖകൾ പരിശോധിച്ചപ്പോൾ പൂന്തറ സ്വദേശിയുടേതാണ് ഈ വാഹനം എന്ന് തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ഈ രക്ഷപ്പെട്ടവരിൽ, സംഭവ സ്ഥലത്ത് നിന്ന് രക്ഷപ്പെട്ടവരിൽ ഈ കാറിന്റെ ഉടമയും അതുപോലെ തന്നെ ഈ ബാഗിൽ നിന്ന് ലഭിച്ച തിരിച്ചറിയൽ കാർഡിന്റെ ഉടമസ്ഥനുമൊക്കെ ഉണ്ടാകും എന്നും പോലീസ് കരുതുന്നു. എന്തായാലും അത് സംബന്ധിച്ച് എക്സൈസും പോലീസും സംയുക്തമായി തന്നെ അന്വേഷിച്ചു വരുന്നുണ്ട്. ഈ മുഹമ്മദിനെ കഴിഞ്ഞ ദിവസം തന്നെ എക്സൈസ് ചോദ്യം ചെയ്യാൻ ശ്രമിച്ചിരുന്നെങ്കിലും ഈ അമിത ലഹരിയിലായിരുന്നുകൊണ്ട് തന്നെ അധികം വിവരങ്ങൾ ഇയാളിൽ നിന്ന് ലഭിച്ചിരുന്നില്ല. എന്നാൽ ഇന്ന് മുഹമ്മദിനെ എക്സൈസ് സംഘം വിശദമായി തന്നെ ചോദ്യം ചെയ്തു വരികയാണ്. ഈ സംഘത്തിന് പിന്നിലുള്ള അംഗങ്ങളെ കൂടി പിടികൂടാനുള്ള ശ്രമത്തിലാണ് എക്സൈസ് സംഘം ഇപ്പോൾ ഉള്ളത്. മാത്രമല്ല, ഈ വർക്കല ഇടവ ഷാപ്പിൽ മേഖലയിലും ടൂറിസം മേഖലയിലും ഈ ലഹരി സംഘം അടുത്ത കാലത്തായി വളരെ വ്യാപകമായി തന്നെ, വളരെ സജീവമായി തന്നെ പിടിമുറുക്കിയിട്ടുണ്ട്. അതായത് ഏറ്റവും വലിയ ഉദാഹരണമാണ് ഈ പട്ടാപ്പകൽ സമയത്ത് പോലും 2 മണി സമയത്താണ്. സാധാരണ ഇത്തരം സംഭവങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ പ്രതിഷേധവുമായി നാട്ടുകാരും ബന്ധുക്കളും ഒക്കെ എത്താറുണ്ട്. കാരണം ഇവിടെ പോലീസും എക്സൈസും ഒക്കെ ഓടിച്ചിട്ട് പ്രതികളെ പിടികൂടുമ്പോൾ ചിലപ്പോൾ അവർ രക്ഷപ്പെടുന്നതിന്റെ ഭാഗമായി ചില അപകടങ്ങൾ, ചില ദുരന്തങ്ങൾ, ചില മരണങ്ങളൊക്കെ സംഭവിക്കാം. ഇവിടെ അങ്ങനെ ഒരു പരാതിയോ ആക്ഷേപമോ എക്സൈസിനെതിരെ ഉയരുന്നുണ്ടോ? ടോം, അത്തരത്തിൽ ഒരു പരാതിയും എക്സൈസിന് ലഭിച്ചിട്ടില്ല. മാത്രമല്ല, ഈ മേഖലയിൽ സ്ഥിരമായി തന്നെ ലഹരി സംഘങ്ങൾ തമ്പടിക്കാറുണ്ടായിരുന്നു. ഇത് സംബന്ധിച്ച് നിരവധി പരാതികളും എക്സൈസിനും പോലീസിനും ഈ നാട്ടുകാരുടെ ഭാഗത്തു നിന്നും ലഭിച്ചിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഈ പ്രദേശത്തെ എക്സൈസും പോലീസും നിരീക്ഷണം നടത്തി വരികയായിരുന്നു. ഈ ഓപ്പറേഷൻ തൂഫാൻ ഉൾപ്പെടെയുള്ള ഈ പരിശോധനകൾ വളരെ കാര്യക്ഷമമായി തന്നെ ഈ നടക്കുമ്പോഴും ഈ പ്രദേശങ്ങളിൽ ഈ പകൽ സമയങ്ങളിൽ പോലും ലഹരി സംഘങ്ങൾ പലയിടങ്ങളിലും, കാരണം പോലീസിനോ എക്സൈസിനോ എത്തിപ്പെടാൻ കഴിയാത്ത ഈ കായൽ തീരങ്ങളുണ്ട്, ഈ ഭാഗങ്ങളിലൊക്കെ ഈ സംഘം തമ്പടിക്കാറുണ്ടായിരുന്നു എന്ന് നാട്ടുകാർ പറയുന്നുണ്ട്. ഇത്തരത്തിൽ തന്നെയാണ് കഴിഞ്ഞ ദിവസവും ഈ 5 പേർ അടങ്ങുന്ന സംഘം ഇവിടെ എത്തിയതും പരസ്യമായി ഈ ലഹരി ഉപയോഗിച്ചതും. ഇവരിൽ നിന്ന് ലഭിച്ച 5 ഗ്രാമോളം MDMA ആണ് ഇവരിൽ നിന്ന് ലഭിച്ചത്. അപ്പൊ തീർച്ചയായും നമുക്ക് എക്സൈസും ഉറപ്പിക്കുന്നുണ്ട് എന്താണ് ഈ ലഹരി ഉപയോഗം തന്നെയായിരുന്നു അവിടെ എത്തിയതിന് പിന്നിലുള്ള ലക്ഷ്യമെന്ന്. എന്തായാലും ഇത്തരത്തിൽ ഈ സംഭവത്തിനെ തുടർന്ന് പരാതിയുമായി ആരും തന്നെ എത്തിയില്ല. നാട്ടുകാർക്ക് നേരത്തെ തന്നെ ഈ പരാതി ഉണ്ടായിരുന്നു, ഇവിടെ ലഹരി സംഘങ്ങൾ പകൽ സമയങ്ങളിൽ എത്തുന്നു എന്നുള്ളത് കുറിച്ച്. വ്യക്തമാണ്. എസ് അഭിലാഷാണ് വിവരങ്ങൾ നൽകിയത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.